ദ എൻറ്റയർ ക്രിപ്റ്റോ വേൾഡ് കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ബുൾ റൺ പ്രതീക്ഷിച്ചിരുന്നു ക്രിപ്റ്റോ മാർക്കറ്റിൽ. അത് ട്രംപ് എന്നാണോ സൈൻ ഇൻ ചെയ്യുന്നത് ആ ഒരു ദിവസമായിരുന്നു. അതെനിവേ ഇന്നലെ കഴിഞ്ഞു. ചില മീഡിയയൊക്കെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ക്രിപ്റ്റോ വേൾഡ് കംപ്ലീറ്റ്ലി ഒരു ബുൾ മാർക്കറ്റിലേക്ക് വന്നു. ബുൾ മാർക്കറ്റിലേക്ക് വരാനുള്ള കാരണങ്ങൾ, ശരിക്കും അങ്ങനെ ഒരു ബുൾ മാർക്കറ്റ് ഉണ്ടായോ എന്നീ കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ട്രംപ് സൈൻ ഇൻ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ സ്വെയറിംഗ് ഇൻ സെറിമണിയിൽ, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്രിപ്റ്റോയെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്നുള്ളതായിരുന്നു. എനിവേ അതുണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ശരിക്കും ഒരു ബുൾ റൺ നടന്നു. അതെവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിൽസ്, സോ കോൾഡ് വെയിൽസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ, അവർ BTCയിൽ മാത്രം വളരെ നന്നായി അവർ പെർഫോം ചെയ്യിക്കുകയും അതാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള വാക്ക്. BTC ഓൾ ടൈം ഹൈ, നിയർ അറൗണ്ട് 1,08,00,000 രൂപയിലേക്ക് BTCയുടെ ഓൾ ടൈം ഹൈ പ്രൈസിലേക്ക് എത്തുകയും ചെയ്തു. അപ്പം BTCയിൽ ഉണ്ടാകുന്ന ഒരു പ്രൈസ് വേരിയേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും BTCയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അതുകൊണ്ട് ഒരു ഗുണമുണ്ടാവുക. ഓഫ് കോഴ്സ് അതർ കറൻസികളെക്കുറിച്ച് പറയുന്നത് ഓൾട്ട് കോയിൻ എന്നുള്ളതാണ്. ഈ ഓൾട്ട് കോയിനിലേക്ക് തീർച്ചയായിട്ടും ഒരു ബുൾ റൺ കൂടെ വരുമ്പോഴാണ് ബുൾ റൺ പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എനിവേ BTCയിലെ ആ മണി ഈ പറയുന്ന സോ കോൾഡ് വെയിൽസ് അത് പിൻവലിച്ച് ഓൾട്ട് കോയിനിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അന്ന് മുതൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ, ഒരു ബുൾ റൺ പൂർണ്ണ അളവിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അത് എന്തായാലും ഒരു 3 മാസത്തിനകത്ത് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ട്രംപ് ഇതിനിടയിൽ നല്ല ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ട്രംപ് മീം കോയിൻ കൊണ്ടുവന്നു ബിനാൻസിൽ ഉൾപ്പെടെ ലിസ്റ്റ് ചെയ്തു. കാണാൻ സാധിക്കാം നമുക്ക്. അത് ലിസ്റ്റിംഗ് പ്രൈസ് വളരെ കുറവായിരുന്നു, $27 ആയിരുന്നു എന്നുണ്ടെങ്കിൽ, $10 ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് $27 മാർക്ക് വളരെ ഈസിയായി പിന്തുടർന്ന് $77 മാർക്കിലെത്തി. വളരെ നല്ല രീതിയിൽ 10 ബില്യൺ ആണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ സപ്ലൈ കൊടുത്തിരുന്നുണ്ടെങ്കിൽ 8 ബില്യണോളം അവർ കയ്യിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണത് അവർ മാർക്കറ്റ് പ്ലേസ് ചെയ്തത്. അത് വീണ്ടും ഡബ് ചെയ്തു $34 ഇപ്പം ആസ് ഓഫ് നൗ എത്തി നിൽക്കുകയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. തീർച്ചയായിട്ടും ഇതിൽ നിന്നും നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്തിട്ടുള്ള ട്രംപ് തന്നെയാണ്, വളരെ ബുദ്ധിമാനാണ്. ഇതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് പോസ്റ്റിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ വളരെ നന്നായിരുന്നു, വളരെ വിശദമായി അതിനെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. വേണ്ടവർക്ക് ഈ ഫസ്റ്റ് പോസ്റ്റിൻ്റെ ഈ വീഡിയോ കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ 300% ഇൻ 1 ഡേ എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഇന്ത്യയുടേതായി കാണാൻ സാധിക്കും. അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്തിരിക്കുന്ന ട്രംപ് തന്നെയാണ്. വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹത്തിൻ്റെ സ്വെയറിംഗ് ഇൻ സെറിമണിയിൽ അദ്ദേഹത്തിൻ്റെ മീം കോയിൻ പ്ലേസ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിലുള്ള മെലാനിയ ട്രംപിൻ്റെ പേരിലോ മെലാനിയ കോയിൻ എന്ന് പറഞ്ഞൊരു കറൻസി ഉച്ചയാകുമ്പോഴത്തേക്കും കൊണ്ടുവരികയും അതും ട്രംപ് കോയിനും മെലാനിയ കോയിനും തമ്മിൽ വലിയൊരു കോമ്പറ്റീഷൻ തന്നെ മാർക്കറ്റിൽ നടക്കുന്നതും കണ്ടു. എനിവേ ഈ കാശ് മുഴുവൻ ചെയ്തിരിക്കുന്നത് ഇവരുടെ തന്നെ ഫാമിലിയിലേക്കാണ് എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്. എനിവേ അത് കുറേ നാളുകൂടെ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തേക്കാം. അത് ഓഫ് കോഴ്സ് ബിക്കോസ് അവരുടെ ആ ഒരു ഹൈപ്പിൻ്റെ പുറത്താണ്. പക്ഷേ എൻ്റെ ക്രിപ്റ്റോ മാർക്കറ്റിന് അതുകൊണ്ടൊരു ഉണ്ടാവണമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വെയറിംഗ് ഇൻ സെറിമണിയിൽ ക്രിപ്റ്റോയെക്കുറിച്ചൊരു വാക്ക് അദ്ദേഹം പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിടത്താണ്. ഒരിക്കലും അതുണ്ടായിട്ടില്ല. വളരെ ബുദ്ധിമാനായ, വളരെ നല്ലൊരു ബിസിനസ്സുകാരനായ US പ്രസിഡന്റ് ഉണ്ടായി എന്നുള്ളതിൽ കവിഞ്ഞ് ദ ട്രംപ് 2.0 ഇറ ബിഗിൻ ചെയ്തതുകൊണ്ട് ക്രിപ്റ്റോ മാർക്കറ്റിൽ ആസ് ഓഫ് നൗ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് റിപ്പിൾ XRPയിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത്. ഇനി അവിടെയും കണ്ടില്ല. റിപ്പിളും അതേ ഒരു ട്രെൻഡ് തന്നെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, സൈഡ് വേസ് ട്രെൻഡിലാണ്. സോ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് ഇന്ന്. കൂടുതൽ ന്യൂസിനും കൂടുതൽ അപ്ഡേറ്റ്സിനുമായി എപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു സോ മച്ച്.